നെക്സ്റ്റ് സെക്ഷൻ ബൈജക്റ്റീവ് ലീനിയർ മാപ്സ്. ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ബൈജക്റ്റീവ് ആവുക എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനോട് സിമിലറായ കണ്ടീഷൻസ് തന്നെയാണ് ഇവിടെയും. ആദ്യം ഒരു ലീനിയർ മാപ്പ് സർജക്റ്റീവ് അതല്ലെങ്കിൽ ഓൺ ടു മാപ്പിംഗ് ആവാനുള്ള കണ്ടീഷൻ നോക്കാം. യുവും വിയും രണ്ട് വെക്റ്റർ സ്പേസസ് ഓവർ എ സെയിം ഫീൽഡ് എഫ്. സ്മോൾ എഫ് യുവിൽ നിന്നും വിയിലേക്കുള്ള ഒരു മാപ്പിംഗ്. ദെൻ ഇമേജ് ഓഫ് എഫ് ഈക്വൽ ടു ആ റെയിൽവേ സ്പേസ് വി ആണെങ്കിൽ എഫ് ഒരു സർജക്റ്റീവ് മാപ്പാണെന്ന് പറയും. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ വെക്റ്റർ സ്പേസ് വിയിലെ എല്ലാ എലിമെൻറ്റ്സും യുവിലുള്ള ഏതെങ്കിലുമൊക്കെ എലിമെൻറ്റ്സിൻ്റെ എഫിൻ്റെ അണ്ടറിലുള്ള ഇമേജ് ആണെങ്കിൽ എഫ് ഒരു സർജക്റ്റീവ് മാപ്പാണെന്ന് പറയും. ദെൻ എഫ് എപ്പോഴാണ് ഇൻജക്റ്റീവ് അതല്ലെങ്കിൽ 1-to-1 മാപ്പിംഗ് ആവുക എന്ന് നോക്കാം. എഫ് ഇൻജക്റ്റീവ് ആവാനുള്ള കണ്ടീഷൻ ഡിപ്പാർച്ചർ സ്പേസ് യുവിലെ ഡിസ്റ്റിങ്ക്റ്റ് എലിമെൻറ്റ്സുകൾക്ക് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഉണ്ടാകുക എന്നതാണ്. അതായത് എക്സും വൈയും ഈക്വൽ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈയും ഈക്വൽ ആയിരിക്കരുത്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് ദാറ്റ് എക്സ് ഈക്വൽ ടു വൈ. ഈ കണ്ടീഷൻ എഫ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാപ്പ് ഒരു ഇൻജക്റ്റീവ് മാപ്പ് ആയിരിക്കും. ദെൻ സർജക്റ്റീവും ഇൻജക്റ്റീവുമായ ലീനിയർ മാപ്പിംഗ്സിനെയാണ് ബൈജക്റ്റീവ് ലീനിയർ മാപ്പിംഗ്സ് എന്ന് വിളിക്കുന്നത്. സോ ഒരു ലീനിയർ മാപ്പ് ബൈജക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ ആ മാപ്പ് ബോത്ത് സർജക്റ്റീവ് ആൻഡ് ഇൻജക്റ്റീവ് ആയിരിക്കണം. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. Rnൽ നിന്നും ആറിലേക്കുള്ള ith പ്രൊജക്ഷൻ മാപ്പ് PRI ഓഫ് ഓർഡേർഡ് n ടപ്പിൾ x1 x2 etc xn ഈക്വൽ ടു xi. ഇതൊരു ലീനിയർ മാപ്പ് ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിരുന്നു. അതിൻ്റെ ഇമേജ് റിയൽ ലൈൻ R ആണെന്നും പ്രീവിയസ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു. സോ പ്രൊജക്ഷൻ മാപ്പിൻ്റെ ഇമേജ് സെറ്റ് ആ റെയിൽവേ സ്പേസ് തന്നെയാണ്. അതുകൊണ്ട് ഈ മാപ്പ് ഒരു സർജക്റ്റീവ് മാപ്പാണ്. അതുപോലെ തന്നെ പ്രീവിയസ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു ith കോർഡിനേറ്റ് 0 ആയിട്ടുള്ള എല്ലാ n ടപ്പിൾസും ഈ മാപ്പിങ്ങിൻ്റെ കേർണലിൽ ഉണ്ടായിരിക്കുമെന്ന്. അതായത് ith കോർഡിനേറ്റ് 0 ആയിട്ടുള്ള എല്ലാ n ടപ്പിൾസിൻ്റെയും ഇമേജ് 0 ആയിരിക്കും. ഇതുപോലെ ഇൻഫൈനൈറ്റ്ലി മെനി n ടപ്പിൾസ് Rnൽ നിന്നും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അവയുടെ എല്ലാം ഇമേജ് 0 ആയിരിക്കും. സോ ith പ്രൊജക്ഷൻ മാപ്പ് ഇൻജക്റ്റീവ് അല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ n ഈക്വൽ ടു 3യും i ഈക്വൽ ടു 2ഉം ആണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ മാപ്പ് ഇങ്ങനെയാണ് വരിക. PR2 ഓഫ് ഓർഡർ ട്രിപ്പിൾ x1 x2 x3 ഈക്വൽ ടു x2. ദെൻ PR2 ഓഫ് ഓർഡർ ട്രിപ്പിൾ 102 ഈക്വൽ ടു 0 ആണ്. PR2 ഓഫ് ഓർഡർ ട്രിപ്പിൾ 203യും ഈക്വൽ ടു 0 ആണ്. സോ ഡിപ്പാർച്ചർ സ്പേസിലെ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സുകൾക്ക് സെയിം ഇമേജ് വന്നു. സോ ഈ മാപ്പിംഗ് ഇൻജക്റ്റീവ് അല്ല. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ R2ൽ നിന്നും R3യിലേക്കുള്ള ഒരു മാപ്പിംഗ് എഫ് ഇതുപോലെ ഡിഫൈൻ ചെയ്യുന്നു. എഫ് ഓഫ് ഓർഡേഡ് പെയർ xy ഈക്വൽ ടു ഓർഡേഡ് ട്രിപ്പിൾ y0 x. ഈ മാപ്പിങ്ങിൻ്റെ അണ്ടറിൽ ആ റെയിൽവേ സ്പേസ് R3യിലുള്ള സെക്കൻഡ് കോർഡിനേറ്റ് 0 ആയിട്ടുള്ള എലിമെൻറ്റ്സിന് മാത്രമേ പ്രീ ഇമേജസ് ഉള്ളൂ. നോൺ സീറോ സെക്കൻഡ് കോർഡിനേറ്റ് ഉള്ള എലിമെൻറ്റ്സുകൾക്കൊന്നും തന്നെ എഫിൻ്റെ അണ്ടറിൽ പ്രീ ഇമേജസ് ഇല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓർഡർ ട്രിപ്പിൾ 111ന് പ്രീ ഇമേജ് ഇല്ല. സോ ഈ ലീനിയർ മാപ്പ് സർജക്റ്റീവ് അല്ല. എഫ് ഓഫ് ഓർഡേഡ് പെയർ xy ഈക്വൽ ടു ഓർഡർ ട്രിപ്പിൾ y0 xും എഫ് ഓഫ് ഓർഡേഡ് പെയർ x1 y1 ഈക്വൽ ടു ഓർഡർ ട്രിപ്പിൾ y10 x1ഉം ആയതുകൊണ്ട് ഓർഡേഡ് പെയർ xyയും ഓർഡേഡ് പെയർ x1 y1ഉം ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ എഫ് ഓഫ് xyയും എഫ് ഓഫ് x1 y1ഉം സെയിം ആയിരിക്കുകയില്ല. അതായത് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സുകൾക്ക് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ആണുള്ളത്. സോ ഈ ലീനിയർ മാപ്പ് ഇൻജക്റ്റീവ് ആണ്. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ Rn ഓഫ് എക്സിൽ നിന്നും Rn ഓഫ് എക്സിലേക്കുള്ള ഡിഫറൻസിയേഷൻ മാപ്പ് D കൺസിഡർ ചെയ്യുക. ഈ മാപ്പിങ്ങിൻ്റെ ഇമേജ് Rn-1 ഓഫ് എക്സ് ആണെന്ന് പ്രീവിയസ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു. അത് Rn ഓഫ് എക്സിൻ്റെ ഒരു പ്രോപ്പർ സബ് സ്പേസ് ആണ്. സോ ഈ ലീനിയർ മാപ്പ് സർജക്റ്റീവ് അല്ല. കാരണം ഡിഗ്രി എക്സാക്ട്ലി n വരുന്ന Rn ഓഫ് എക്സിലെ പോളിനോമിയൽസിനെ ഈ മാപ്പിങ്ങിൻ്റെ അണ്ടറിൽ പ്രീ ഇമേജസ് ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ പ്രീവിയസ് സെക്ഷനിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞിരുന്നു. കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസ് എല്ലാം ഡിയുടെ കേർണലിൽ ഉണ്ടായിരിക്കുമെന്ന്. സോ ഏതൊരു കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ അതായത് ഏതൊരു റിയൽ നമ്പർ ചൂസ് ചെയ്താലും അതിൻ്റെ ഇമേജ് 0 പോളിനോമിയൽ ആയിരിക്കും. സോ ഈ മാപ്പിംഗ് ഇൻജക്റ്റീവും അല്ല. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ ലെറ്റ് v ഈക്വൽ ടു സീക്ക് FR. അതായത് റിയൽ നമ്പേഴ്സിൻ്റെ ഫൈനൈറ്റ് സീക്വൻസുകളുടെ കളക്ഷൻ. ഇവിടെ ഫൈനൈറ്റ് സീക്വൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസിന് ശേഷം ആ സീക്വൻസിലെ എല്ലാ ടേംസും സീറോസ് ആയിരിക്കും എന്നാണ്.
അതായത് ഫൈനൈറ്റ് നമ്പർ ഓഫ് നോൺ സീറോ എലിമെൻറ്റ്സ് മാത്രമുള്ള എല്ലാ റിയൽ സീക്വൻസുകളും ഈ വെക്റ്റർ സ്പേസിൽ ഉണ്ടായിരിക്കും. ഇതൊരു ഇൻഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആണെന്ന് പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഈ വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ് ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആയിരിക്കുമെന്നും നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. അതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് ആയിരുന്നു സെറ്റ് ഓഫ് സീക്വൻസസ് E1, E2, E3 എക്സെട്ര. ഇവിടെ EI എന്നുള്ള സീക്വൻസ് ആദ്യത്തെ ടേം 1ഉം ബാക്കി എല്ലാ ടേംസും 0യും ആയിട്ടുള്ള സീക്വൻസസ് ആണ്. CFRലെ ഏതൊരു സീക്വൻസ് യൂസ് ചെയ്താലും ആ സീക്വൻസ് ഫൈനൈറ്റ് ആയിരിക്കും എന്നുള്ളത് കൊണ്ട് ആ സീക്വൻസിനെ ഈ ബേസിസിലെ എലിമെൻറ്റ്സുകളുടെ ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുവാൻ സാധിക്കും. ദെൻ ഈ വെക്റ്റർ സ്പേസിൽ നിന്നും അതിലേക്ക് തന്നെ ഒരു ലീനിയർ മാപ്പിംഗ് എഫ് ഡിഫൈൻ ചെയ്യുന്നു. പ്രീവിയസ് സെക്ഷനിലെ കൊറോളറി 1 അപ്ലൈ ചെയ്താൽ വെക്റ്റർ സ്പേസ് വിയുടെ ഏതെങ്കിലും ഒരു ബേസിസിലുള്ള എലിമെൻറ്റ്സുകളുടെ ഇമേജസ് ഡിഫൈൻ ചെയ്താൽ ആ ലീനിയർ മാപ്പിങ്ങിനെ യൂണീക്ക് വേയിൽ കംപ്ലീറ്റ്ലി ഡിറ്റർമിൻ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. സോ നമ്മൾ ബേസിസിലെ എലിമെൻറ്റ്സുകളുടെ ഇമേജസ് മാത്രമാണ് ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ വിയിലെ എല്ലാ സീക്വൻസുകളെയും ആ ബേസിസിലെ സീക്വൻസുകളുടെ ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുവാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് ബാക്കിയുള്ള എല്ലാ സീക്വൻസുകളുടെയും ഇമേജസ് എഫിൻ്റെ ലീനിയാരിറ്റി അപ്ലൈ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അതുപോലെ ബേസിസിലെ എലിമെൻറ്റ്സുകൾക്ക് എഫ് ഹോൾഡ് ചെയ്യുന്ന എല്ലാ പ്രോപ്പർട്ടീസും വെക്റ്റർ സ്പേസ് വിയിലെ എല്ലാ എലിമെൻറ്റ്സുകൾക്കും ഹോൾഡ് ചെയ്യും. എഫ് വിയിൽ നിന്നും വിയിലേക്ക് തന്നെയുള്ള ഒരു മാപ്പിംഗ് ആയതുകൊണ്ട് വിയുടെ നമ്മൾ നേരത്തെ പറഞ്ഞ ബേസിസിലെ എല്ലാ സീക്വൻസുകൾക്കും പ്രീ ഇമേജസ് ഉണ്ടെങ്കിൽ എഫ് ഒരു സർജക്റ്റീവ് മാപ്പായിരിക്കും. അതുപോലെ ബേസിസിലെ ഡിസ്റ്റിങ്ക്റ്റ് സീക്വൻസുകൾക്ക് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ആണെങ്കിൽ മാപ്പ് എഫ് ഇൻജക്റ്റീവ് ആയിരിക്കും. നൗ ലീനിയർ മാപ്പിംഗ് എഫ് വിയിൽ നിന്നും വിയിലേക്ക് തന്നെ ഇതുപോലെ ഡിഫൈൻ ചെയ്യുന്നു. എഫ് ഓഫ് EI ഈക്വൽ ടു 0 ഇഫ് I ഈസ് ഓഡ്. എഫ് ഓഫ് EI ഈക്വൽ ടു EI/2 ഇഫ് I ഈസ് ഈവൻ. അതായത് ഇൻഡിസസ് I ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ EIയുടെ ഇമേജ് 0 ആയിരിക്കും. I ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ എഫ് ഓഫ് EI ഈക്വൽ ടു EI/2 ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഫ് ഓഫ് E1 ഈക്വൽ ടു 0, എഫ് ഓഫ് E2 ഈക്വൽ ടു E2/2 that is E1, f of E3 equal to 0, f of E4 equal to E2, f of E5 equal to 0, f of E6 equal to E3 and so on. ഇവിടെ 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെക്റ്റർ സ്പേസ് വിയിലെ 0 വെക്റ്റർ ആണ്. അതായത് എല്ലാ ടൈംസും 0 ആയിട്ടുള്ള കോൺസ്റ്റൻറ്റ് സീക്വൻസ്. എഫ് ഓഫ് E1ഉം എഫ് ഓഫ് E3യും 0 ആയതുകൊണ്ട് എഫ് ഇൻജക്റ്റീവ് അല്ല, കാരണം ഡിസ്റ്റിൻക്റ്റ് സീക്വൻസിന് സെയിം ഇമേജ് വരുന്നുണ്ട്. ദെൻ അറൈവൽ സ്പേസ് വി തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ബേസിസിൽ നിന്നും ആർബിട്രറി ആയിട്ട് ഒരു എലിമെൻറ്റ് EN ചൂസ് ചെയ്താൽ E2n ആ ബേസിസിലെ ഒരു മെമ്പർ ആയിരിക്കും എന്നുള്ളത് കൊണ്ടും എഫ് ഓഫ് E2n ഈക്വൽ ടു EN ആയതുകൊണ്ടും ENന് എഫിൻ്റെ അണ്ടറിൽ എന്തായാലും ഒരു പ്രീമേജ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്ത അറൈവൽ സ്പേസിൻ്റെ ബേസിസിലെ എലിമെൻറ്റ് ഇമേജ് ഓഫ് എഫിൽ ഉണ്ടായിരിക്കും. സോ എഫ് ഒരു സർജക്റ്റീവ് മാപ്പാണ്. ഇതുപോലെ മറ്റൊരു മാപ്പ് G വിയിൽ നിന്നും വിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്നു. G ഓഫ് EI ഈക്വൽ ടു E2i. ദെൻ EI നോട്ട് ഈക്വൽ ടു EJ ആണെങ്കിൽ E2i നോട്ട് ഈക്വൽ ടു E2j ആയിരിക്കും എന്നുള്ളത് കൊണ്ട് ഫോർ ഈച്ച് EI നോട്ട് ഈക്വൽ ടു EJ G ഓഫ് EI നോട്ട് ഈക്വൽ ടു G ഓഫ് EJ. സോ G ഒരു ഇൻജക്റ്റീവ് മാപ്പാണ്. ബട്ട് I ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ EIക്ക് ഒരു പ്രീമേജ് ഉണ്ടായിരിക്കുകയില്ല. സോ G ഒരു സർജക്റ്റീവ് മാപ്പ് അല്ല.